പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ആണ് പറയുന്നത്. Product standardization is the adoption of generally accepted uniform procedures, materials or parts that directly affect the design of a product. Product standardization എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിഫോം പ്രൊസീജിയേഴ്സ്, മെറ്റീരിയൽസ്, ആ പാർട്സ് ഒക്കെ ഉണ്ടായിരിക്കും ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുമ്പോൾ. അതിന് മൊത്തത്തിലൊരു റൂൾസ്, യൂണിഫോം പ്രൊസീജിയേഴ്സ് എല്ലാത്തിനും ഉണ്ടാവും. അതിനെയാണ് ഇതൊന്ന് പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. The process of standardization functions on the basis of an agreement with the established standards of design, engineering criteria, terms, principles, practices, materials, items, processes and equipment, parts and components. For example, a car manufacturing company has to adopt certain standard in the production of a particular model of car. There should not be any difference between different cars of the same model. All Innova cars marketed by the Toyota company in India are same. എന്താണ് പറയണത്? സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില എഗ്രിമെൻറ്റുകളുണ്ട്, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഡിസൈൻസ് ഉണ്ടായിരിക്കും. അതായത് നേരത്തെ തന്നെ അവർ പറഞ്ഞു വെച്ചാണ് ഒരു ഡിസൈൻ ഉണ്ടാവും സ്റ്റാൻഡേർഡ്. അതിനനുസരിച്ചുള്ള എഞ്ചിനീയറിംഗ് ക്രൈറ്റീരിയ ഉണ്ടാവും, ടേംസ്, പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസ്, മെറ്റീരിയൽസ്, ഐറ്റംസ്, പ്രോസസ്സ്, എക്യുപ്മെൻറ്റ്, പാർട്സ് ആൻഡ് കമ്പോണൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോസസ്സ് എന്താണോ അതിനൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഏതൊക്കെ രീതിയിൽ വേണം, അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾ പറയണത്, ഒരു കാർ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ മോഡൽ കാറാണ് നമ്മൾ നിർമ്മിക്കണമെങ്കിൽ അതിന് സർട്ടൺ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് അവർ അതിന് വേണ്ട റോ മെറ്റീരിയൽ എന്താണ്, അതിൻ്റെ ഡിസൈൻ എന്താണ്, അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, ഈ ഇൻറ്റീരിയർ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. There should not be any difference between different cars of the same model. എന്താണ് ആ സെയിം മോഡലിലുള്ള കാറുകൾ തമ്മിൽ കുറേ കാറുകൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ, പക്ഷേ അതെല്ലാം എന്തായാലും ഒരേ രീതിയിലുള്ളവയായിരിക്കും. ഇന്നോവ കാർസ് മാർക്കറ്റഡ് ബൈ ടൊയോട്ട കമ്പനി ഇന്ത്യ ആർ സെയിം. എന്താണ് ഇന്നോവ കാർ എല്ലാവരും സെയിം മോഡൽ, കളർ വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാവരും എന്താണ് ഒരേ രീതിയിലുള്ളതാണ് എല്ലാ ഇന്നോവ കാർ എന്നും പറയണത്. പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള ഐഡിയാസ് എടുക്കുമ്പോൾ അതിനെന്തൊക്കെ വേണം, ഏതാണ് ഡിസൈൻ, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയുള്ളതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ സിംപ്ലി മീൻസ് എ യൂണിഫോം ഓഫർ ഓഫ് ദ പ്രൊഡക്റ്റ് അക്രോസ് ദ ടാർഗറ്റ് മാർക്കറ്റ്. സ്റ്റാൻഡർഡൈസേഷൻ ഈസ് കൺസിഡേർഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് കോസ്റ്റ്, പ്രൊഡക്റ്റ് പ്രൈസ് ആൻഡ് പ്രൊമോഷൻ. A customer can purchase a product at uniform price and design from different areas of the market. In standardization, the company establishes standards of quality, quantity, features and benefits, and price of product and attempts to offer the products as per the standard. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റുകളും, ടാർഗറ്റ് മാർക്കറ്റിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എന്താണ് ഒരേ രീതിയിലിരിക്കുക. സ്റ്റാൻഡർഡൈസേഷൻ്റെ കൺസെപ്റ്റിൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്, പ്രൊഡക്റ്റ് പ്രൈസ്, പ്രൊമോഷനൊക്കെ എന്താണ് ഒരേ രീതിയിലാണ് വരേണ്ടത്. ഒരു പ്രൊഡക്റ്റിന് എന്താണ് ഡിഫറെൻറ്റ് പ്രൈസോ അതുപോലെ മോഡലോ ആവാനായിട്ട് പാടില്ല. അപ്പോൾ ഏത് മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്താ യൂണിഫോം പ്രൈസ് ആയിരിക്കണം ഉണ്ടാവുന്നത്. അതുകൂടാതെ സ്റ്റാൻഡർഡൈസേഷൻ ആണെങ്കിൽ കമ്പനിയുടെ ആ പ്രൊഡക്റ്റിന് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഫീച്ചേഴ്സ്, ബെനഫിറ്റ്സ്, പ്രൈസ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം എന്താണ് അതിനൊരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. സ്റ്റാൻഡർഡൈസേഷൻ ബ്രിങ്സ് യൂണിഫോമിറ്റി ഇൻ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ദ സെയിം പ്രൊഡക്റ്റ്. എന്താണ് പറയുന്നത്? സെയിം പ്രൊഡക്റ്റ്, ഡിഫറെൻറ്റ് യൂണിറ്റ്സുള്ള സെയിം പ്രൊഡക്റ്റിന് എന്താണ് അത് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്താണ് ഒരേ രീതിയായിരിക്കും, ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ 2 സ്പ്ലെൻഡർ പ്ലസ് ബൈക്ക് മാനുഫാക്ചർഡ് ബൈ ദ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കാണ് പറഞ്ഞാക്കുന്നത്. എന്താണ് ആ സ്പ്ലെൻഡർ ബൈക്കിൻ്റെ കാറ്റഗറിയിലുള്ള എല്ലാ ബൈക്കുകൾക്കും എന്താണ് ഒരേ മോഡലായിരിക്കും, ഒരേ തരത്തിലുള്ള എഞ്ചിനായിരിക്കും, അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അത് തന്നെയായിരിക്കും. ബോത്ത് ദം ഓഫർ സെയിം ഡിസൈൻ, ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് ആൻഡ് പ്രൈസസ്. Standardization helps in delivering superior quality goods and services to customers. There are 2 types of standards. One is voluntary standards, which are established by the firm, and other is legal standards, which are established by the law regulations. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് നമ്മൾ പ്രൊഡക്റ്റ് സർവീസ് ആയാലും എന്തെങ്കിലും സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളവയായിരിക്കും. പിന്നെ 2 ടൈപ്പ് സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. വോളണ്ടറി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ലീഗൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. വോളണ്ടറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേം സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ലീഗൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തിനനുസരിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും അതിനെന്താണ് ഒരു
ചട്ടക്കൂടുണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, നിയമത്തിൻ്റേതായ ഒരു പരിരക്ഷയുണ്ട്. അപ്പോൾ അതിനകത്തു നിന്ന് മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് സർവീസാണ് ഡിസൈൻ ചെയ്യാൻ പറ്റൂ. എക്സാമ്പിൾ BIS, എന്താ BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ISO, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എക്സെട്ര. അപ്പോൾ BISും ISO മാർക്കുള്ള പ്രൊഡക്റ്റാണ്, സർവീസ് ആണെങ്കിൽ എന്താണ് അത് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളതായിരിക്കും ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആണ് പറയുന്നത്. കോസ്റ്റ് റിഡക്ഷനാണ്, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, എൻഹാൻസ് കസ്റ്റമർ പ്രിഫറൻസ്, പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഗ്ലോബൽ കസ്റ്റമേഴ്സിന് യൂണിഫോം ക്വാളിറ്റി ആൻഡ് സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ സെഗ്മെൻറ്റ്സിൽ സോഫ്റ്റ്വെയർ ക്യാമറാസ്, ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയണത്. നെക്സ്റ്റ് ഇതിൻ്റെ പാക്കേജിംഗ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പാക്കിങ്ങും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. പാക്കേജിംഗ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ മോഡേൺ മാർക്കറ്റിംഗ്. ഇറ്റ് ഹെൽപ്സ് consumers decide whether to buy a product or not. All the marketing efforts are waste if the package fails to attract the attention of the customers. Package means a box, wrapper or case used for packing products. Packaging is the application of scientific knowledge, artistic talents and technology to cover the products so as to preserve them for distribution, storage, sale and use. പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ മോഡേൺ മാർക്കറ്റ് സംബന്ധിച്ച് പാക്കേജിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥാനമുണ്ട്. കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടോ തീരുമാനിക്കുന്നതിൽ പാക്കേജ് ഒരു പ്രധാന ഘടകമാണ്. എന്താണ് പ്രൊഡക്റ്റ് കസ്റ്റമർ സ്വീകരിച്ചില്ലെങ്കിൽ പ്രൊഡക്റ്റ് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അത്രയും നാളെടുത്ത എഫേർട്ട് എന്താവും, വേസ്റ്റ് ആവും എന്നാണ് പറയണത്. പാക്കേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബോക്സ് ആയിരിക്കാം, എന്തെങ്കിലും പൊതിയായിരിക്കും, റാപ്പർ ആയിരിക്കാം, എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ട്സിനെ കവർ ചെയ്തുകൊണ്ടുള്ളത്. പാക്കേജിങ് ഈസ് ദ ആപ്ലിക്കേഷൻ സയൻറ്റിഫിക് നോളജ്. പാക്കേജിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സയൻറ്റിഫിക് നോളജ് വേണം, ഡിസൈൻ ചെയ്യണം നല്ല രീതിയിൽ. പിന്നെ എന്താണ് ഉള്ളിലെ പ്രൊഡക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു ആർട്ടിസ്റ്റ് ടാലൻസ്, അതുപോലെ കവറുമൊക്കെ ഡിസൈൻ ചെയ്ത് അതിന് കളർഫുൾ ആക്കാനായിട്ട് സാധിക്കണം. പിന്നെ ടെക്നോളജി ടു കവർ പ്രൊഡക്ട്സ്, അതുകൂടാതെ എന്താണ് പ്രൊഡക്റ്റിനെ പ്രിസർവ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും സെയിൽ നടത്തുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ കവറിങ്ങും പ്രൊഡക്റ്റിനുള്ള പാക്കേജിങ് ഉണ്ടായിരിക്കണം. According to WJ standard, packaging is the general group of activities in product planning which involve the designing and producing the container or wrapper for a product. പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WJ സ്റ്റാൻഡേർഡ് പറയണത് പ്രൊഡക്റ്റ് പ്ലാനിങ് വിച്ച് ഇൻവോൾവ് ദ ഡിസൈനിങ് ആൻഡ് പ്രൊഡ്യൂസിങ് ദ കണ്ടെയ്നർ ഓർ റാപ്പർ ഫോർ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഡിസൈൻ ഏത് വേണമെന്ന് പ്ലാൻ ചെയ്യണതും പിന്നെ കണ്ടെയ്നർ റാപ്പും ഏത് രീതിയിൽ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതിനാണ് നമ്മുടെ പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഫിലിപ്പ് കോട്ട്ലറിൻ്റെ അഭിപ്രായത്തിൽ പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് കൺസേൺ വിത്ത് പ്രൊട്ടക്ഷൻ, ഇക്കണോമിക് കൺവീനിയൻസ് ആൻഡ് പ്രൊമോഷണൽ കൺസിഡറേഷൻസ്. എന്തൊക്കെ നോക്കണം? പ്രൊട്ടക്ഷൻ നോക്കണം, സാമ്പത്തികം നോക്കണം, സൗകര്യം നോക്കണം, പ്രൊമോഷണലായിട്ടുള്ള മറ്റെന്തെങ്കിലും കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുമായിരിക്കണം. അപ്പോൾ ഇതിനെല്ലാം കൂടിയാണ് എന്ന് പറയുന്നത് പാക്കേജിംഗ് എന്ന് പറയണത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രം, പലതരം ചിത്രമുള്ളത് കേട്ടോ. പാക്കിംഗ്. ഇനി ഫങ്ഷൻസ് ഓഫ് പാക്കേജിങ്, റോൾ ഓഫ് പാക്കേജിങ് ആണ് കേട്ടോ. മൂന്ന് ഫങ്ഷൻസ് ആണ് പറയണത്. ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, കണ്ടെയ്ൻമെൻറ്റ്, ഇൻഫർമേഷൻ. അതിൽ ഫിസിക്കൽ പ്രൊട്ടക്ഷനിൽ പറയണത് ഡാമേജ് ഇല്ലാതിരിക്കാൻ, അതുപോലെ കണ്ടാമിനേഷൻ ബൈ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് എയർ. ചിലതിനെന്താണ് ടൈറ്റായിട്ട് ചെയ്തില്ലെങ്കിൽ വായു കയറി അല്ലെങ്കിൽ ചെറിയ സൂക്ഷ്മാണുക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാമേജ് വരാം. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചർ ആൻഡ് ടോക്സിൻസ്, എന്താണ് അന്തരീക്ഷത്തിലെ അണുക്കളും പൊടിപടലങ്ങൾ, അതുപോലെ തന്നെ കാലാവസ്ഥ, ഈർപ്പമുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അപ്പോൾ അതിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടുന്നതിന് വേണ്ടിയിട്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ക്ലൈമറ്റിക് ചേഞ്ചസ്, ഹൈ ടെമ്പറേച്ചർ, റെയിൻ എക്സെട്ര. അതുപോലെ കൂടാതെ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ എന്നത് ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ, ഹൈ ടെമ്പറേച്ചർ, റെയിനൊക്കെ വരുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റുകളുടെ സ്വഭാവത്തിന് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, പാക്കേജിങ് സഹായിക്കുന്നത്. കണ്ടെയ്ൻമെൻറ്റ്. സ്മോൾ ഒബ്ജക്ട്സ് ആർ യൂഷ്വലി ഗ്രൂപ്പ്ഡ് ടുഗദർ ഇൻ വൺ പാക്കേജ് ഫോർ റീസൺസ് ഫോർ എഫിഷ്യൻസി. ഫോർ എക്സാമ്പിൾ, എ സിംഗിൾ ബോക്സ് ഓഫ് 100 പെൻസ് റിക്വയർ ലെസ് ഫിസിക്കൽ ഹാൻഡ്ലിംഗ് ദാൻ 100 സിംഗിൾ പെൻസ്. പിന്നെ കണ്ടെയ്ൻമെൻറ്റ്, ചിലതൊരു ബോക്സ് ആക്കി വയ്ക്കാം, അല്ല കുറേ എണ്ണം, ഇപ്പോൾ 100 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം 20 എണ്ണം അങ്ങനെയൊക്കെ ഒന്നിച്ചൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റാപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ആ 20 എണ്ണം സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ നല്ലതെന്നൊരു ഒരുമിച്ച് ഒരു ബോക്സിൽ വെച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബോക്സിൽ 100 പേന കൊള്ളും.
ആ ഒരു ബോക്സ് എടുക്കുന്നതാണ്, അല്ലെങ്കിൽ 100 പേന കയ്യിൽ പിടിക്കുന്നതായിരിക്കും നമുക്ക് സുഖം എന്ന് പറയുന്നത്. എന്താ പറയുക, ആ ഒരു ബോക്സ് എടുക്കുന്നതായിരിക്കും. അതാണ് കണ്ടെയ്ൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഇൻഫർമേഷനാണ് പാക്കിംഗ് ഓഫേഴ്സ് ഇൻഫർമേഷൻ ഓൺ പ്രൊഡക്റ്റ് യൂസേജ്, റീസൈക്കിൾ ഓർ ഡിസ്പോസൽ മെത്തേഡ്സ് ഓൺ ദ പാക്കേജ് ഓർ ലേബൽ. അങ്ങനെ പാക്കിങ്ങിൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുണ്ട്, അത് ഏത് രീതിയിലാണ് യൂസ് ചെയ്യണത്, റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ അത്, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് പാക്ക് ഡിസ്പോസ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. എക്സാമ്പിൾ, പാക്കേജ് ഓർ മെഡിസിൻസ് ഗിവ്സ് ഇൻഫർമേഷൻ റിഗാർഡിങ് യൂസേജ്. മെഡിസിൻസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതും എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട ക്രമം ഉണ്ടായിരിക്കും. മെഡിസിൻസ് എല്ലാം നമ്മളിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടും അത് യൂസ് ചെയ്യേണ്ട വിധം ആ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 ഫങ്ഷൻസാണ് പാക്കേജിന്: ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, കണ്ടെയ്ൻമെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ. നാലാമത്തെ പറയുന്നത് പ്രൊമോഷൻ, 5 സെക്യൂരിറ്റി, 6 കൺവീനിയൻസ്. പ്രൊമോഷനിൽ അല്ലെ, പാക്കേജിങ് നല്ല ഭംഗിയുള്ളതാണെങ്കിൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, അട്രാക്റ്റ് ചെയ്യാം കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട്, അവരെന്ത് ചെയ്യും, സ്വാധീനിക്കാം. ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻഫ്ലുവൻസ് കസ്റ്റമർ ചോയ്സ് ഓഫ് വൺ പ്രൊഡക്റ്റ് ഓർ അനദർ. എന്താണ്, അവരെടുക്കാൻ തീരുമാനിച്ച പ്രൊഡക്റ്റ് ഏതാണോ അതിനെ വിട്ടിട്ട് എന്ത് ചെയ്യാം, നല്ല ഭംഗിയുള്ള പാക്ക് കാണുമ്പോൾ അത് വാങ്ങാനായിട്ട് കസ്റ്റമറിന് ഒരു ഇഷ്ടം തോന്നും. അഞ്ചാമത്തത് സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ബെറ്റർ ആൻഡ് സേഫ് പാക്കിംഗ് ക്യാൻ റിഡ്യൂസ് സെക്യൂരിറ്റി റിസ്ക് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. എന്താണ്, നമ്മൾ ദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ എന്താണ്, അത് നല്ലൊരു കണ്ടെയ്ൻ ആണെങ്കിൽ അതൊരിക്കലും ഡാമേജ് വരില്ല. അല്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് എന്താ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പാക്കേജസ് ക്യാൻ ബി ഡിസൈൻ ടു റെസിസ്റ്റ് ലോസ് ഓഫ് ഗുഡ്സ് ബൈ തെഫ്റ്റ്. പിന്നെ അത് പാക്കിങ് ചെയ്യുകയാണെങ്കിൽ കളവ് മോഷണമൊക്കെ പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാനും അത് തടയുന്നതിനും, ഒരു വലിയ ബോക്സ് എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരെണ്ണം എടുത്തുകൊണ്ട് പോകണേലും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന പാക്കിങ് സഹായിക്കുന്നുണ്ട്. 6 കൺവീനിയൻസ് ആണ് പറയണത്. പാക്കേജസ്, ഒരു പാക്കിലാണ് എല്ലാവരും കൂടി ഇരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വളരെ വേഗത്തിൽ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് മാറ്റി വയ്ക്കാനോ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ, സ്റ്റോർ ചെയ്യാനോ, ഡിസ്പ്ലേ ചെയ്യാനോ, ഓപ്പണിങ്, ക്ലോസിങ് ആൻഡ് സെയിലിനൊക്കെ വളരെ എളുപ്പമായിരിക്കും. പാക്കേജ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ പേന ആയിക്കോട്ടെ, റബ്ബർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം വെച്ച് എടുക്കാനായിട്ട് സാധിക്കും. വലിയ വലിയ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, വേറെ രീതിയിൽ അതിനെന്തെങ്കിലും വരും, ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് പാക്കിങ്ങിൽ വ്യത്യാസം വരികയും ചെയ്യും. അപ്പോൾ അത്രയുമാണ് അതിൻ്റെ ഫങ്ഷൻസ് പറയുന്നത്. 6 ഫങ്ഷൻസാണ്, റോളാണ് പറയണത്. അത് പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നുണ്ട്: പ്രസൻറ്റേഷൻ, പ്രൊട്ടക്ഷൻ, പ്രിസർവേഷൻ, ഇക്കണോമി ആൻഡ് കൺവീനിയൻസ്. പാക്കേജിങ് ഫങ്ഷനായിട്ട് പറയുന്നത് കണ്ടെയ്ൻമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ, ന്യൂ പ്രൊഡക്റ്റ് പ്ലാനിങ്, ചാനൽ കോപ്പറേഷൻ, സെഗ്മെൻറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് യൂസേജ്. അങ്ങനെ പറയണത് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് പാക്കേജ്. ഒരു നല്ല പാക്കേജിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയണത്. IB സ്റ്റീൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു പാക്കിംഗ് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അതിനുണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് അട്രാക്ട് അറ്റൻഷൻ മറ്റുള്ള ശ്രദ്ധ ആകർഷിക്കാൻ പറ്റണം. ഇറ്റ് മസ്റ്റ് ടെൽ ദ പ്രൊഡക്റ്റ് സ്റ്റോറി, അതുമ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാകണം. ബ്രാൻഡ് നെയിം, ഇൻഗ്രീഡിയൻസ്, യൂസ്, പ്രൈസ് എക്സെട്ര ഇതിൽ ഉണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബിൽഡ് കോൺഫിഡൻസ്, കാണുമ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസം തോന്നാം. ഇറ്റ് മസ്റ്റ് ലുക്ക് ക്ലീൻ ആൻഡ് സാനിറ്ററി, ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ വൃത്തിയുള്ളതുമായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി കൺവീനിയൻറ്റ് ടു ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കണം, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനും നമ്മൾക്ക് യൂസ് ചെയ്യാനും എന്തായിരിക്കണം, സൗകര്യപ്രദമായിരിക്കണം. ഇറ്റ് മസ്റ്റ് ലുക്ക് ലൈക്ക് ഗുഡ് വാല്യൂ, കാണുമ്പോൾ തന്നെ നല്ലൊരു വാല്യൂ ഉണ്ടെന്ന് തോന്നണം. ഇറ്റ് മസ്റ്റ് ലുക്ക് ലൈക്ക് ഫാസ്റ്റ് സെല്ലർ, വളരെ വേഗത്തിൽ വിറ്റഴിഞ്ഞ് പോകുന്നതാണ് തോന്നണം. ഇറ്റ് മസ്റ്റ് ഡിസർവ് എ പ്രിഫേർഡ് ഡിസ്പ്ലേ, അതുപോലെ നല്ല രീതിയിൽ അതിന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് മസ്റ്റ് മിനിമൈസ് ദ ക്ലർക്സ് ടൈം, ക്ലർക്കിൻ്റെ ടൈം കുറയ്ക്കുന്നതിന് പാക്കേജിങ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ബി കൺവീനിയൻറ്റ് ടു സ്റ്റോക്ക് ആൻഡ് ഡിസ്പ്ലേ, സ്റ്റോക്ക് എണ്ണുന്നതിനും ഡിസ്പ്ലേ ചെയ്യുന്നതിനും നമുക്ക് എളുപ്പമാണ്. ഇറ്റ് മസ്റ്റ് പ്രിവെൻറ്റ് സ്പോയിലേജ് ഡ്യൂറിങ് ദ സെല്ലിംഗ് പീരീഡിൽ എന്താണ് സ്പോയിലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിൽക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്ത ഇറ്റ് മസ്റ്റ് റെസിസ്റ്റ് സോയിലിംഗ്, അഴുക്കിൽ പുരളാതിരിക്കുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്, പാക്കേജിങ് സഹായിക്കുന്നുണ്ട്. ഇത്രയുമാണ് എസെൻഷ്യൽസ് ഓഫ് ഗുഡ് പാക്കേജ് എന്ന് പറയുന്നത് കേട്ടോ.